എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? CPM നിലപാട് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA സ്ഥാനം രാജിവെക്കണമെന്നാണോ, അതോ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നുള്ളതാണോ, അതോ MLA ഇറങ്ങുന്ന രാഹുലിനെ അവിടെ തടയുമെന്നാണോ? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ലക്ഷണമൊത്ത യുവജന പ്രസ്ഥാനത്തിൽ ഒന്നായിട്ട് കോൺഗ്രസുകാർ അവകാശപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ടുള്ള പലവിധ വിവരങ്ങൾ നമുക്ക് മുമ്പാകെ ഫണം വിടർത്തി നിൽക്കുന്നു. അങ്ങനെ വന്നല്ലോ അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കണിയാ. ആ ഫണം വിടർത്തി നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെ ചോദിക്കുകയാണ് BJPയോട്, നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾ പ്രജ്വൽ രേവണ്ണയെ നിങ്ങൾ എന്ത് ചെയ്തു? ഇടതുപക്ഷത്തെ മുൻനിർത്തി പറയുന്നു, നിങ്ങൾക്കിത് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഭയക്കുന്നു? മനസ്സിലായി. നിങ്ങൾ കൊല്ലം MLA ആയിട്ടുള്ള ശ്രീ M മുകേഷിന്റെ നേർക്ക് എന്ത് നടപടി സ്വീകരിച്ചു? അതുകൊണ്ട് തുടക്കത്തിന്റെ ആ ആദ്യഘട്ടത്തിൽ തന്നെ അസാധാരണ ബാലൻസിംഗ് നടത്തിയിട്ട് ഈ കേസ് കെട്ടുകളിൽ അനിതര സാധാരണമായ ചർമ്മബലമുള്ള ആളുകൾക്ക് മാത്രം ന്യായീകരിക്കാൻ കഴിയും. എന്തിന്റെ അസുഖമാണ്? രാവിലെ ഗോതമ്പ് ദോശ കുത്തുന്നു. ഞാൻ ഇന്റർവ്യൂ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ താങ്കൾ എത്താൻ വൈകിയതുകൊണ്ട് തോന്നുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ അയച്ചു തരാം, അത് കേട്ടിട്ട് പറയും. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. എനിക്ക് എന്തായാലും ഇപ്പൊ അങ്ങയുടെ ഇൻട്രോ നോക്കി വായിച്ച് അങ്ങയെ വിലയിരുത്തേണ്ട അത്ര ഗതികേട് ഇപ്പൊ എനിക്കില്ല. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അങ്ങ് BJPയുടെ പ്രതിനിധിയുമായി നടത്തിയിട്ടുള്ള ചോദ്യത്തിന്റെയും മറുപടിയുടെയും ഒരു രൂപം ഈ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് തുടക്കം മുതൽ തന്നെ ചർച്ചയിൽ BJP പ്രതിനിധിയോട് ചോദിച്ചതിന് പ്രശാന്ത് മറുപടി പറയട്ടെ, അത് ജെയ്ക്ക് പറയണോ? കണ്ട ചാനലുകാരുടെ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവാനല്ലോ. BJP പ്രതിനിധിയോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ വന്നിരിക്കുന്ന BJP ആഭിമുഖ്യമുള്ള ഒരാളല്ല ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഈ കാര്യത്തിനകത്ത് പൊതുകാര്യ പ്രസക്തമായ നിലയിൽ അന്തസ്സുള്ള കേരളത്തിലെ ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളും ചർച്ച ചെയ്ത് ഈ കാര്യത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഭിപ്രായം പറയുമ്പോൾ പ്രജ്വൽ രേവണ്ണ മുതൽ കൊല്ലം MLA ആയിട്ടുള്ള M മുകേഷിനെ വരെ ഇടവും വലവും ഇരുത്തിയിട്ട് നിങ്ങൾ മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല ജയിക്ക്. ഞാൻ പ്രജ്വൽ രേവണ്ണയുടെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ, ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് യാദവിന്റെ വേട്ടയുടെ കാര്യം പറയുമ്പോൾ, യെദ്യൂരപ്പയുടെ പോക്സോ കേസിന്റെ കാര്യം പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് എന്താ പ്രശാന്ത് ശിവനല്ലേ? അതെന്തിനാണ് ജയിക്ക് ഏറ്റുപിടിക്കുന്നത്? ജയിക്ക് CPM മറുപടി പറ. എന്റെ ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം നിലപാട് CPM ഉണ്ടോ? അപ്പോ അങ്ങ് CPM മറുപടി പറയാൻ എന്നോട് ആക്രോശിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെടുന്ന മറുപടിയെ ഞാൻ അങ്ങോട്ട് പറയൂ. ഭയങ്കരം തന്നെ. 24 ന്യൂസിൽ അങ്ങയുടെ ശമ്പളം പറ്റുന്ന ഏതെങ്കിലും ഉപചാരക വൃന്ദത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അങ്ങ് ഡിക്റ്റേറ്റ് ചെയ്താൽ മതി. എന്നോട് എന്ത് മറുപടി പറയണം എന്നുള്ള ഡിക്റ്റേഷൻ അങ്ങ് ദയവ് ചെയ്ത് എന്നോട് നടത്തിയാൽ അത് കയ്യിൽ വെക്കാൻ ഞാൻ മറുപടി പറയാൻ പ്രശാന്തിന് അറിയാം. പ്രശാന്ത് പറയും, ജയിക്ക് ഏറ്റുപിടിക്കണ്ടെന്ന് പറയുന്നത്. അല്ല, ഞാൻ എന്ത് ഏറ്റുപിടിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് 24 ന്യൂസിൽ ആങ്കർ. ശരി, എന്നാ പ്രശാന്തിന് മറുപടി താങ്കൾ പറയും. അങ്ങനെ ഏറ്റുപിടിക്കേണ്ടാത്ത കാര്യങ്ങളുടെ വരവരച്ചിട്ടാണോ അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? കയ്യിൽ വെച്ചാൽ മതി. ഞാൻ അങ്ങോട്ട് ോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് ഏറ്റുപിടിക്കൂ. എന്താണ് രേവണ്ണയ്ക്ക് വേണ്ടി അങ്ങ് ന്യായീകരിക്കും. ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഒരു രേവണ്ണയ്ക്ക് വേണ്ടി ന്യായീകരിച്ചില്ല. ഞാൻ അങ്ങയുടെ ചോദ്യത്തെ സംബന്ധിച്ചാണ്, അങ്ങയുടെ ചോദ്യത്തിൽ തെളിഞ്ഞു വരുന്ന ദുഷ്ടലാക്കിന്റെ ദംഷ്ട്രയെ സംബന്ധിച്ചാണ് ഞാൻ ചോദ്യം ഉന്നയിച്ചത്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. കാരണം എന്താണ്, ലക്ഷണമൊത്ത രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സെക്ഷൽ പെർവേർട്ടിനെ ന്യായീകരിക്കാൻ അങ്ങ് പല ആളുകളെയും കൂട്ടുപിടിക്കുന്നു. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ലേ, ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇതിൽ മാത്രം തെറ്റ് കാണുന്നതിൽ ഒരു സെലക്ടീവ്നെസ് ഇല്ലേ? അതിലാണ് ലക്ഷണമൊത്ത ദുഷ്ടരാഷ്ട്രീയത്തിന്റെ ദംഷ്ട്രയോട് എന്തൊക്കെയാ പറയുന്നത്? ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോ അങ്ങേക്ക് പൊള്ളലുണ്ടായിട്ട് എന്റെ പൊന്നു ജയിക്ക് എന്തൊക്കെയാ പറയുന്നത്? നിലവിട്ട് എന്തൊക്കെയാ പറയുന്നേ? പ്രജ്വൽ രേവണ്ണ ഒന്നാം തരം വേട്ടക്കാരനാണ്. സുപ്രീം കോടതി കുറ്റക്കാരൻ നടത്തി ജയിലിലേക്ക് അടച്ച വ്യക്തിയാണ്. ഞാൻ BJPയോട് ചോദിക്കുമ്പോൾ എന്തിനാ ജയിക്കിന് പൊള്ളേണ്ട കാര്യം എന്താ? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, അങ്ങയുടെ ഈ ചോദ്യം മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് അങ്ങ് ആവർത്തിക്കുന്നത്. മനസ്സിലാവുന്നില്ല. അങ്ങയുടെ ഈ ചോദ്യം അങ്ങ് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ആവർത്തിക്കുന്നത്. അങ്ങയുടെ ഈ ചോദ്യം അങ്ങ് മൂന്നാമത്തെയോ നാലാമത്തെയോ തവണയാണ് ആവർത്തിക്കുന്നത്. മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ആങ്കർ എന്ന സൗകര്യം ഉപയോഗിച്ച് അങ്ങ് ഒരു 1000 തവണ ആവർത്തിക്കാനും സാധ്യതയുണ്ട്. കാരണം എന്താണ്,
കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അന്തസ്സും വിവേകവുമുള്ള മലയാളികൾ ചർച്ച ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ രാജിവെച്ചൊഴിയേണ്ട വന്ന മുൻ സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള ആരോപണത്തിൽ നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ലോകമെമ്പാടുമുള്ള സകല അധമന്മാരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ അതിനെ സമീകരിക്കാൻ ശ്രമിക്കരുത്. ജെ കെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ഞാൻ വ്യക്തിപരമായി പറയുക കാര്യമാണ്. അത് പറയാനുള്ള എന്താണ് ആർജവത്വം CPM-നുണ്ടോ? എന്റെ ചോദ്യം അതാ. അതിന് മറുപടി പറയൂ പ്ലീസ്. എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. അപ്പൊ ഞാൻ അങ്ങ് മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങേക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ? അത് തുറന്നു കാട്ടപ്പെടുമ്പോൾ അങ്ങേക്ക് പ്രയാസമാണ് അല്ലെ? അങ്ങേക്ക് അസാധാരണമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടല്ലേ? അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. രാജിയിലേക്ക് തന്നെ വരാം. എന്താ രാജിയെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, അന്തസ്സും സമൂഹത്തിൽ വിലയുമുള്ള എത്ര മനുഷ്യന്മാർ ഇദ്ദേഹത്തെ സംബന്ധിച്ച് തെളിവോടുകൂടിയുള്ള പരാതികൾ പുറത്തുവിട്ടു. ഞാനത് മറന്നു. അപ്പൊ പുറത്തുവിടുമ്പോ ചില മാന്യന്മാർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്, ഏതൊക്കെ തരത്തിലുള്ള വർത്തമാനങ്ങൾ വെച്ചിട്ടാണ്? നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. എത്ര അനുഭവങ്ങൾ ചാറ്റുകളായി, സ്ക്രീൻഷോട്ടുകളായി, ഫോൺ സംഭാഷണങ്ങളായി, പരാതികളായി, വെല്ലുവിളിയോടുകൂടെ നമ്മുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലേ? പ്രസിദ്ധമായിട്ടൊരു ബൈബിൾ വാചകമുണ്ട്, അവനവൻ അളന്നു കൊടുക്കുന്ന പാത്രത്തിൽ തന്നെ അവനും അളന്ന് കിട്ടപ്പെടുമെന്ന അർത്ഥത്തിൽ വരുന്നത്. എന്താണ് പ്രത്യേകത? ഈ മാന്യൻ അങ്ങ് മറക്കാൻ സാധ്യതയില്ലല്ലോ. ഈ മാന്യൻ രാജ്യവിരുദ്ധ കേസിൽ തടവിലാക്കപ്പെട്ട, ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട വന്ന തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീയെ കേരള മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്തപ്പോൾ എന്തായിരുന്നു ഈ മാന്യന്റെ പ്രതികരണം? എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? പിണറായി വിജയന് മാനമുണ്ടെങ്കിൽ മാനഹാനി കേസ് കൊടുക്കട്ടെ എന്ന് അല്ലെ? സമൂഹത്തിൽ വിലയും അന്തസ്സും സമൂഹത്തിൽ അംഗീകാരവുമുള്ള 1, 2, 3 4, 5, 6 പേർ ഇതിനോടകം പരാതിയായി വന്നു. മാനം കപ്പന് കയറി പോയോ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നത് അധ്വാനിച്ച് ജീവിക്കണം. നാട്ടിൽ ഇയാളെ അനുകൂലിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്ന മാന്യന്മാർ അത് കോട്ടിട്ടവരാണെങ്കിലും മുണ്ടെടുത്തവരാണെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. രാജിയെ സംബന്ധിച്ച് അങ്ങ് ആവർത്തിച്ച് ചോദിച്ചല്ലോ. ഞങ്ങളുടെ ആവശ്യം രാജി മാത്രമല്ല, ഇയാളെ പോലൊരാൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഉണ്ടാകാൻ പാടില്ല, കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. തോമസ്, എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറയേണ്ട കാര്യം എന്താണ്? സ്വഭാവവൈകൃതമുള്ള ഒരാൾ രാജിവെക്കണം എന്ന് പറയാൻ അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടതാണോ, അതോ CPM സംസ്ഥാന സെക്രട്ടറി ആർജവത്തോടെ പറയണോ രാജിവെച്ചിറങ്ങിപ്പോ എന്ന് പറയണോ? വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ MLA എന്നല്ല, യൂത്ത് കോൺഗ്രസ് നേതാവെന്നല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക അംഗത്വത്തിൽ പോലും ഇത്തരം മനോവൈകൃതമുള്ള സെക്ഷൽ പെർവർട്ടുകൾ ഉണ്ടാകാൻ പാടില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയത്തെ എന്താ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിനും അപ്പുറം കടന്നല്ല പറഞ്ഞത്. കേരളത്തിലെ CPIM എന്ന മാത്രം ആവശ്യമല്ല, കേരളത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യം, കേരളമാകെയുള്ള ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആവശ്യം. ചുമ്മാ ഇരിയടേ. കൊല്ലം MLA ആയിരുന്ന മുകേഷിന്റെ പുറകെ നിങ്ങൾ എത്ര ദൂരം, എറണാകുളം വരെ നിങ്ങൾ കാർ ഓടിച്ചു വന്നില്ലേ? എത്ര ദിവസം ആ വീടിന് മുന്നിൽ കിടന്ന ആ MLA ഒരു വാക്കൊന്നും മിണ്ടാനായിട്ട് ഇല്ലേ? ഈ ഏതെങ്കിലും CPM നേതാക്കന്മാർക്ക് മിണ്ടാൻ ത്രാണി ഉണ്ടായി? ഈ നാട്ടിൽ എഴുതി കൊടുക്കാത്ത ഒരു പരാതി തൻ്റേതല്ലാതെ മറ്റുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്നു, ഒരു പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വന്നു പറഞ്ഞപ്പോ ആ സ്ത്രീയെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് പാർട്ടി നടന്നത്. എഴുതി കൊടുത്ത പരാതി പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത മുകേഷ് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? മുകേഷിന്റെ കാര്യത്തിൽ ഇവർ എന്ത് നിലപാടെടുത്തത്? രാഷ്ട്രീയ ഗൂഢാലോചന എന്നല്ല ഇവർ പറഞ്ഞത്. ആ ഉന്നയിക്കപ്പെട്ട സ്ത്രീക്കെതിരെ എന്തൊക്കെ ആരോപണം ഉന്നയിച്ചു? പ്രതിപക്ഷ നേതാവ് ഏറ്റവും വലിയ രാഷ്ട്രീയ ഡിഫൻസിൽ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ആ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ കുറിച്ച് പറഞ്ഞത് എന്റെ മകളാണ്. എന്താ ആ പ്രതീക്ഷയും തകർന്നു. എന്റെ മകൾക്ക് തുല്യമാണ്. കാരണം ആ സ്ത്രീ ഒരു കാരണവശാലും ഒരു മോബ് ലിഞ്ചിങ്ങിന്, ഒരു സൈബർ ലിഞ്ചിങ്ങിന് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം കൂടി അതിനകത്ത്. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. കിട്ടി. ഓക്കെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യം അമർത്തിയോ? താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.